ഹലോ, നമുക്കിന്നൊരു ബീഫ് പെരലൻ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലെ സവോള നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു 150 ഗ്രാമോളം ചെറിയ ഉള്ളി പൊളിച്ച് 2ആയിട്ട് കണ്ടിച്ച് വെച്ചേക്കണം. ഒത്തിരി ചെറുതായിട്ടൊന്നും അരിയണ്ട, 2ആയിട്ട് കണ്ടിച്ച് വെച്ചേക്കണത്. ഇത് കുറച്ച് തേങ്ങാക്കൊത്തുണ്ട് നന്നായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക് സ്ലിറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1 കിലോ പോത്തുണ്ടാക്കണതിൻ്റെ അളവാണ് ഈ പറയണത്. അതിന് ഇത് മതി. അപ്പം നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ ചതച്ചിക്കണതിന് പകരം അരിഞ്ഞോ പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ എനിക്ക് ചതച്ചെടുക്കുന്നതായിരുന്നു ഇഷ്ടം, അത് കാരണം ഞാൻ ചതച്ചെടുത്തു വെച്ചിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കത് നോക്കാമേ. ഞാനിത് കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത്, കാരണം കുറച്ച് വേവ് കൂടുതലായത് കാരണം കുക്കറാകുമ്പോൾ എളുപ്പമായിരിക്കും. അത് കാരണം ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു 6 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാരണം പോത്തൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എണ്ണ കൂടുതൽ വേണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ എണ്ണ ചൂടായപ്പോഴത്തേക്കും ഞാൻ 2 വഴനയില ഇട്ടിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലെ കറുവാപ്പട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ കൂട്ടത്തിലൊരു 4 ഏലക്കയും ഒരു കുറച്ച് കുരുമുളകും, മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഇങ്ങനെ ഇട്ട് അതൊന്ന് നന്നായിട്ട് പൊട്ടി അതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരുപാട് വഴന്നു വരണമെന്നൊന്നുമില്ല, ഒന്നൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും ഒത്തിരി പകുതിയായി. അപ്പം ഞാനത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ചേർക്കുകയാണ്. ഇനി ഇതിപ്പം ചേർത്ത് നന്നായിട്ട് മൂത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നതും പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. സവോള ഒരു പകുതി വഴന്നു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിനകത്തേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് എന്തൊക്കെ മസാലകളാണ് ചേർക്കണേന്ന് നോക്കാം കേട്ടോ. ഇത് ഒത്തിരി ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ഈ സവോളയൊക്കെ ഒരു നന്നായിട്ട് വാടി അതിൻ്റെ കളർ മാറാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മസാലകൾ ചേർക്കാമേ. ഇതിനകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾ പൊടി ചേർത്തു നന്നായിട്ട് വഴറ്റിയെടുക്കണം. മഞ്ഞളിൻ്റെ പച്ച മണമെല്ലാം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളും ചേർക്കാം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. മല്ലിപ്പൊടിയുടെ നന്നായിട്ട് മൂത്തില്ലെങ്കിൽ ഒരു പച്ച മണം കാണും, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. അതിനകത്ത് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളകും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 2 ടീസ്പൂൺ എടുത്തേക്കുന്നത്. ഇനി ഇതിപ്പം നന്നായിട്ട് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്കൊന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നല്ലോ ഇതുവരെ. ഞാൻ 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ഇട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ടിടാം. ഇപ്പം ഞാൻ 2 ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ഒരു 1.5 ടേബിൾ ടീസ്പൂണാണ് ഗരം മസാല പൊടിയും ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും കൂടെയാണ് ഇട്ട് കൊടുത്തത്. ഗരം മസാല ഞാൻ എപ്പോഴും വീട്ടിൽ പൊടിച്ച് വെക്കുന്നത്, അതാണ് ഞാൻ എപ്പോഴും വീട്ടിൽ യൂസ് ചെയ്യാറുള്ളത്. ഞാൻ പുറത്തുനിന്ന് മസാല അങ്ങനെ മേടിക്കാറില്ല.
മുഴുവനായിട്ടുള്ളത് മേടിച്ച് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു, കാരണം ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് നല്ല എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ബീഫ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ ബീഫിലും മസാല എല്ലാം പുരട്ടത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് നമുക്ക് അടച്ചെടുക്കാം. ഇത് ഞാനിവിടെ ഒരു ഹൈ ഫ്ലെയിമിൽ 1 സീറ്റിയും ലോ ഫ്ലെയിമിൽ 3 സീറ്റിയും അടുപ്പിക്കും. അതാണ് എൻ്റെ ബീഫിൻ്റെ പരുവം, വേകുന്ന പരുവം. ഇപ്പം അതെല്ലാം കഴിഞ്ഞ് സീറ്റിയെല്ലാം പോയി ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. കുക്കർ തുറന്നു. എനിക്കിത് ബീഫ് വെന്തിട്ട് പാകമായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കൂടുതൽ വേവിക്കേണ്ട കാര്യമില്ല. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരിത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരിയും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചു. അതിനകത്ത് എണ്ണ ചൂടായപ്പം ഞാൻ അതിനകത്ത് കടുകിട്ട് പൊട്ടിച്ചു. ഒരു മുളകും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉള്ളിയും കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പോത്തും കൂടെ നമുക്കിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുക്കറിൽ നിന്ന് പോത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. എനിക്കിത് കറക്റ്റ് പരുവത്തിലും പോത്ത് വെന്തിരിപ്പുണ്ട്. അതുകൊണ്ട് ഇനി എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ആ പോത്ത് വേവിച്ച കുക്കറിനകത്ത് ഒരു അര കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഇതിനകത്തേക്ക് ഒഴിച്ചൊന്ന് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. നിങ്ങൾക്കിനി നിങ്ങളുടെ പോത്ത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം മാത്രമേ പിന്നെ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ഒരുമാതിരി നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നോൺ വെജിനകത്തൊക്കെ നമ്മൾ തിളച്ച വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് നന്നായിട്ട് വെന്ത് എൻ്റെ പരുവായിട്ടുണ്ട്. അത് കാരണം എനിക്കിനി വെള്ളം ഒഴിച്ച് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പം എൻ്റെ പോത്ത് ഇവിടെ നന്നായിട്ട് ഇതായിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഇനി കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടെ ഇട്ടിട്ട് ഇളക്കും. ഇപ്പം എൻ്റെ പോത്ത് ബീഫ് പെരളൻ നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി ഇപ്പം എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യുകയാണ്. ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ നല്ലതാണ്. അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ ആണെങ്കിലും. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്